പ്രമുഖരെ, സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടി 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഈ വിദ്യാഭ്യാസ സമ്മേളനം വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ ഗുരുവായി മാത്രമല്ല ലോകം അംഗീകരിക്കുന്നത്, വിദ്യാഭ്യാസം ചിന്തകൻ എന്ന രീതിയിൽ കൂടിയാണ്. പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനവും പ്രവർത്തനങ്ങളും നാം കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുരു ക്ഷേത്രങ്ങൾ മാത്രമല്ല സ്ഥാപിച്ചത്, അനേകം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. 1873 സംസ്കൃതത്തിൽ ഉപരിപഠനം കഴിഞ്ഞു വന്ന ഉടൻ തന്നെ ചെമ്പഴന്തിയിൽ അന്നത്തെ അവർണ വിഭാഗങ്ങൾക്കായി കുടിപ്പള്ളിക്കൂടം തുറക്കുകയാണ് ഗുരു ചെയ്തത്. പിന്നീട് സന്യാസം സ്വീകരിച്ച ശേഷം അരിപ്പുറത്തും വൈക്കത്തും ശിവഗിരിയിലും സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും സാധാരണക്കാരെ പഠിപ്പിക്കുന്നതിനായി സ്കൂൾ തുറന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘദർശനത്തിൻ്റെ തെളിവാണ്. ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പുരോഗതിയിലേക്ക് കുതിക്കാനാകൂ എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, സംസ്കൃതം വരേണ്യരുടെ ഭാഷയല്ലെന്നും അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്ത്രീ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. കേരളം എന്ന ഇന്ത്യയുടെ മുന്നിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിനുള്ള അടിത്തറ പാകിയവരിൽ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ നാരായണ ഗുരു ആണെന്ന് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വ്യവസായവൽക്കരണത്തിനും ഒരു സന്യാസിയാണ് തുടക്കം കുറിച്ചതെന്ന സത്യം നമ്മൾ എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളോട് ചേർന്ന വ്യവസായവും സ്കൂളും ഉണ്ടാകുമെന്ന ഏറ്റവും പരിഷ്കൃതവും നൂതനവുമായ ചിന്ത ഗുരുവിനുണ്ടായിരുന്നു. ജാതീയമായും സാമ്പത്തികമായും സാമൂഹികമായും പിന്തള്ളപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും കൈവേല ചെയ്യുന്നവരെയും ചകിരി പിരിക്കുന്നവരെയും ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുവാൻ ശ്രമിച്ചു. അന്നത്തെ ഏറ്റവും ആധുനികം എന്ന് പറയാവുന്ന ഓട് വ്യവസായം ആയുർവേദം തുടങ്ങിയത് ഗുരുവിൻ്റെ മുൻകൈയിൽ ആയിരുന്നല്ലോ. ശിവഗിരിയിൽ വിദ്യയുടെ ദേവതയായ ശാരദാദേവി പ്രതിഷ്ഠിച്ചത് തന്നെ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തിൻ്റെ തെളിവാണ്. ഗുരുവിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ സവിശേഷത ഇനി എത്രയോ പറയാനുണ്ട്. സൗജന്യ സാർവത്രികമായ വിദ്യാഭ്യാസമുള്ള നാടാണ് ഇന്ത്യ. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നതിനുള്ള അനീതി നിലനിൽക്കുകയാണ്. യൂണിയൻ സർക്കാർ 2020 ജൂലൈ മാസം ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. നവ ലിബറൽ നയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ പുത്തൻ നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. ഈ നയം പൊതുവിദ്യാലയങ്ങളെ തളർത്തുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണത്തിനും കോർപ്പറേറ്റ്വൽക്കരണത്തിനും വഴിവെക്കുകയുമെന്നും വർഗീയ അജണ്ടകൾ പാഠ്യപദ്ധതിയിലേക്ക് കടന്നുവരാനുണ്ട് എന്നും വിമർശനപരമായി ഞങ്ങൾ കേരളം ചൂണ്ടിക്കാണിച്ചു. ദേശീയാടിസ്ഥാനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കുന്ന യുഡൈസ് ഡാറ്റ പ്രകാരം 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും 35% കുട്ടികൾ പൊതുധാരയിൽ നിന്ന് പുറത്താവുകയാണ്. ഇത് ഏതാണ്ട് 1.5 കോടി കുട്ടികൾ ഇന്ത്യയിൽ വരും. 12ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന കുട്ടികളുടെ എണ്ണം 56% അടുത്താണ്. ഇത് ഏതാണ്ട് 17 കോടിയോളം വരുന്ന കുട്ടികൾ വരും. എന്നാൽ അതേ രേഖ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് 1ാം ക്ലാസ് ചേരുന്ന എല്ലാവരും 12ാം ക്ലാസ് വരെ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പഠനം തുടർച്ചയായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്നതാണ്. ദേശീയ നയം പറയുമ്പോൾ അത് ചെയ്യില്ല എന്ന് കുട്ടികളെ സ്കൂളിൽ നിന്നും അരിച്ചു മാറ്റാൻ അല്ല കേരളത്തിൻ്റെ നയമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നാണ് നാം എടുത്തിരിക്കുന്ന നിലപാട്. എല്ലാ രംഗത്തെയും പോലെ വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. കേരളത്തിന് കിട്ടേണ്ട പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്ന ഫണ്ടിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിട്ടില്ല എന്ന കാരണത്താൽ ഫണ്ട് വെട്ടിക്കുറവ് നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ഇനത്തിൽ ഏകദേശം 1500 കോടിയോളം രൂപ കേരളത്തിന് നഷ്ടപ്പെടുകയാണ്. ഈ നഷ്ടം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ്. വിദ്യാർത്ഥികളെ തോൽപ്പിക്കുക എന്നത് കേരള സർക്കാരിൻ്റെ നയമല്ല.
എന്നാൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബദൽ സംവിധാനം ഒരുക്കും. ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മിനിമം മാർക്ക് സംവിധാനം ഈ വർഷം 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കും. വിദ്യാഭ്യാസ കച്ചവടവൽക്കരണം ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല, വച്ചുറപ്പിക്കില്ല. കച്ചവട മനസ്സോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് നിരുത്സാഹപ്പെടുത്തും. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ മേൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ തന്നെ 872 സ്കൂളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 8 വർഷത്തിലായി 5000 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് മുടക്കിയിട്ടുള്ളത്. പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു, പരീക്ഷകൾ കൃത്യസമയത്ത് നടത്തുവാൻ കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അധ്യാപകർക്ക് പൂർണ്ണമായും ആധുനിക കാലഘട്ടത്തിൽ അനുവദനീയമായ വിജ്ഞാന തയ്യാറെടുപ്പുകൾ നൽകുക എന്നതാണ്. ഈ നിലയിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള സമീപനവും ദർശനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ കാണുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. ഒരുപാട് പ്രാസംഗികരുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും എനിക്ക് വല്ല അഭിമാനമുണ്ട്. ഈ സന്നിധിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ വന്ന് ലോകവും ശ്രദ്ധിക്കപ്പെടുന്ന ഈ മഹാ ഉത്സവം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരം നൽകിയതിന് മഠത്തോട് ഞാനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും